ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ജുംകി ചാരുവിൻ്റെ കൈ ദുർഗയുടെ തലയിൽ വെച്ച് അവൾ ആ ലെറ്ററിൽ എഴുതിയതെല്ലാം സത്യമല്ലെന്ന് ദുർഗയെ തൊട്ട് സത്യം ചെയ്യാൻ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ചാരു ഞാനൊരിക്കലും അനിർബാനെ സ്നേഹിക്കുന്നില്ല എന്ന് സത്യം ചെയ്യാണ്. അപ്പോൾ ജുംകി പിന്നെയും അനിർബാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ദുർഗയെ തൊട്ട് നീ സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചാരു ആകെ പെട്ട അവസ്ഥയിലാകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അനിർബാൻ വന്നിട്ട് ചാരുവിൻ്റെ കൈ എടുത്ത് മാറ്റി ദുർഗയോട് ഞാൻ ചാരുവിനെ സ്നേഹിക്കുന്നില്ല, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, വിവാഹം കഴിച്ചത് നിന്നെയാണ്, അത് നല്ലതുപോലെ കൊണ്ടുപോകാനും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ജുംകിയെ ആ ലെറ്റർ എഴുതിയതിന് വഴക്കു പറയുന്നുണ്ട്. അതിനുശേഷം അനിർബാൻ വീഴാൻ പോകുമ്പോൾ ചാരുവും ദുർഗയും അവനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ചാരുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ദുർഗയോട് അവൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ചാരു ദുർഗയോട് 21 ദിവസത്തിന് ശേഷം ഞാൻ ലണ്ടനിലേക്ക് പോകും, അതുവരെ ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലതിക അനിർബാൻ്റെ അടുത്ത് വന്ന് ചാരു നിന്നെ പ്രണയിക്കുന്നുണ്ട്, അതാണ് അവൾ നിന്നെ വിട്ട് പോകാത്തത് എന്ന് പറയാണ്. അപ്പോൾ അനിർബാൻ അങ്ങനെ ഒരു ഫീലിങ്സും അവൾക്ക് എന്നോടില്ല എന്ന് പറയുമ്പോൾ ലതിക പിന്നെ എന്തിനാ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാനാണോ, ചാരു നിൻ്റെ അടുത്ത് ഉള്ളപ്പോൾ നിനക്ക് എങ്ങനെ ദുർഗയെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ് ലതിക അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിർബാൻ ആകെ അസ്വസ്ഥനായിട്ട് ചാരു ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ നന്നായി മദ്യപിക്കുകയാണ്. ചാരുവുമായുള്ള ഓരോ മൊമെൻറ്റ്സും അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്, നിന്നെ ഓരോ തവണ കാണുമ്പോഴും വേദന മാത്രമേ എനിക്ക് ഉണ്ടാവുന്നുള്ളൂ, ഇനിയും എനിക്കിത് സഹിക്കാൻ പറ്റില്ല, നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില്ല് അവൻ്റെ കാലിൽ തന്നെ തറച്ച് കയറുകയാണ്. ഇതൊക്കെ പുറത്തു നിന്ന് ലതിക കാണുന്നുണ്ടാവും. നീ ഒരിക്കലും ചാരുവിനെ മറക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛന് നിന്നോട് സ്നേഹം കൂടും, ആൾ നീയും ദുർഗയും തമ്മിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഏത് വിധേനയും ഞാനത് തടയുമെന്നവൾ മനസ്സിൽ പറയാണ്. പിന്നെ മുത്തശ്ശി ദുർഗയോട് ഇപ്പോൾ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നീയും അനിർബാനും തമ്മിൽ കാണാൻ പാടില്ല, വലിയ അപശകുനമുണ്ടാകും, ഇന്ന് കാലരാത്രിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് സാവിത്രി വന്ന് അനിർബാൻ്റെ കാലിൽ മുറിവ് പറ്റിയ കാര്യം അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി അതിന് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ദുർഗയോട് നീ ഒരിക്കലും നിന്റെ താലിയും സിന്ദൂരവും ഇടാതിരിക്കരുത്, പൂജാരി പറഞ്ഞിട്ടുണ്ട്, അനിർബാൻ്റെ ഭാര്യ അത് ഇട്ടില്ലെങ്കിൽ അവന് എന്തെങ്കിലും അപകടം പറ്റുമെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അപ്പുറത്ത് നിൽക്കുന്ന ചാരു കേട്ടിട്ട് നന്നായി പേടിക്കുന്നുണ്ട്. അതിനുശേഷം ചാരു ദുർഗയ്ക്ക് ആ താലി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ അതിൽ നിന്ന് മാറ്റിവെച്ച കുറച്ച് മുത്തുകൾ ഉണ്ടാവും, അപ്പോൾ അതൊരു മാലാക്കിയിട്ടുണ്ടാവും, അത് അവൾ കഴുത്തിൽ ഇടുന്നുണ്ട്. പിന്നെ സിന്ദൂരവും ആരും കാണാതെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ചിട്ട് ഇടാൻ. അപ്പോൾ അവിടേക്ക് ചാരുവിനോട് സംസാരിക്കാൻ വന്ന അനിർബാനെ സാവിത്രി പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട്. പിന്നെ ദുർഗ ചാരുവിനോട് അനിർബാൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ഏതായാലും പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ പോയിട്ട് അവനെ നോക്ക്, അവൻ്റെ മുറിവിൽ മരുന്ന് പുരട്ടി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാരു ആകെ പെട്ട അവസ്ഥയിലാവാണ്. ഇന്ന് ഞാനും അനിർബാനും തമ്മിലല്ലേ കാണാൻ പാടില്ലാത്തത്, ഞാനല്ലേ അവൻ്റെ ഭാര്യ, അപ്പോൾ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോകുമെന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ദുർഗ അവളെ നിർബന്ധിച്ച് അവൻ്റെ റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ചാരു അനിർബാൻ്റെ റൂമിലെ മെഴുകുതിരിയെല്ലാം ഊതിക്കെടുത്തിയിട്ട് അവിടെ ഫുള്ള് ഇരുട്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഷാളിട്ടിട്ട് അവൻ്റെ മുറിവിൽ മരുന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അനിർബാൻ ഉറക്കത്തിലെ ചാരു എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവൾ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ആ മുറിവ് കെട്ടിക്കൊടുത്തിട്ട് പുതപ്പെടുത്തിട്ട് അവനെ പുതപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അനിർബാൻ പെട്ടെന്ന് ഉറക്കത്തിൽ അവളുടെ കൈ പിടിച്ച് ചാരു നീ എന്തിനാ ഇവിടെ വന്നത്, എൻ്റെ സങ്കടം കാണാനാണോ, ആദ്യം നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, പക്ഷേ ഇപ്പോൾ വേദന മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ചാരു അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം ചാരു, എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ ചാരു ഞാൻ ഒരിക്കലും നിങ്ങൾ വേദനിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അനിർബാൻ, 21 ദിവസത്തിന് ശേഷം ഞാൻ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദുർഗ അവളോട് അനിർബാൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ചാരു അനിർബാൻ നിന്നെക്കുറിച്ചാണ് പറഞ്ഞത്, ഈ ജീവിതം മുഴുവൻ നിന്നോടൊപ്പം ജീവിക്കണമെന്നാണ് അവൻ പറഞ്ഞതെന്ന് അവളോട് കള്ളം പറയാണ്. അപ്പോൾ ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പക്ഷേ ചാരു കരഞ്ഞിട്ട് അനിർബാനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം അനിർബാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ചാരു ഇവിടെ വന്നതുപോലെ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നവൻ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ദുർഗയോട് മുത്തശ്ശി ഇനി അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങ് ബാക്കിയുണ്ട്, അത് വെറും ഭക്ഷണം മാത്രമല്ല പ്രസാദം കൂടിയാണ്, അത് കഴിക്കാൻ വേണ്ടി പൂജാരിയും പണ്ഡിതന്മാരും അവിടേക്ക് വരുമെന്ന് ആൾ പറയുന്നുണ്ട്.
പിന്നെ സാവിത്രി ചാരുവിൻ്റെ അടുത്ത് ചെന്ന് അവളെ ഇനി അടുക്കളയുടെ ആ ഭാഗത്തേക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടക്കുന്ന ചാരുവിനെ അനിർബാൻ പിടിച്ചൊരു ഭാഗത്തേക്ക് നിർത്തിയിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇനിയെങ്കിലും എന്നോട് പറ എന്ന് അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവൾ ഞാൻ ദുർഗയ്ക്ക് വേണ്ടിയാണ് വന്നത് എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും അവൻ അവളോട് നീ നുണ പറയാതെ സത്യം പറഞ്ഞോ എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു സർപ്പം വരുന്നുണ്ട്. ഇത് അവിടെ വന്ന ദുർഗയും കാണാണ്. അങ്ങനെ ദുർഗയെയും അനിർബാനെയും പുറകിലേക്ക് മാറ്റി നിർത്തിയിട്ട് ചാരു അതിനോട് ഒരു വടി എടുത്തിട്ട് നേരിടാൻ നോക്കുന്നുണ്ടെങ്കിലും അത് അവളെ കടിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അബോധാവസ്ഥയിലാവുന്നുണ്ട്. അപ്പോൾ അനിർബാൻ ഒരു തുണിയെടുത്ത് അവളുടെ കാലിൽ കെട്ടി കൊടുത്തിട്ട് ചാരു എണീക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും അവളെ എണീക്കുന്നുണ്ടാവില്ല. അങ്ങനെ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ട് ചികിത്സിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് അനിർബാന്റെ മുത്തശ്ശി വന്ന ദുർഗ ആണ് സർപ്പത്തിൽ നിന്ന് അനിർബാനെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവളോട് സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്. അങ്ങനെ ഈ അവസ്ഥയിൽ ചാരുവിനെ റോയ് ചൗധരി വീട്ടിലേക്ക് വിടണ്ട, കുറച്ച് ദിവസം കൂടെ അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് അനിർബാൻ അവൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ദുർഗ ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അവൾ അവിടെ നിന്ന് പോയതിന് ശേഷം ജുംകി ആ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ കുറേ മാംസം ഇട്ടിട്ട് അത് നശിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിലും ദുർഗ അപമാനിക്കപ്പെടാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. പിന്നെ ചാരു അടുക്കളയിൽ വന്ന് ദുർഗ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കാണുകയാണ്. അതിലെ മാംസമെല്ലാം കണ്ട് പൂജാരിയും വീട്ടുകാരും ദുർഗയെ അപമാനിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇതാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച പണ്ഡിതന്മാരും ഗുരുജിയും എല്ലാം ദുർഗയെ അവളുടെ കഴിവിൽ പ്രശംസിക്കുന്നുണ്ട്. അപ്പോൾ ജുംകി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും ദുർഗയോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചാരുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നെ ജുംകിക്ക് ചാരുവാണ് ആ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അത് എല്ലാവരോടും അവൾ പറയാണ്. അപ്പോൾ എല്ലാവരും ചാരുവിനെ വഴക്ക് പറയുന്നുണ്ട്. ആ അടുക്കളയിൽ പോയിട്ട് ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവളാണ് ചാരു. അതുകൊണ്ട് ഗംഗാജലം തളിച്ചിട്ട് അവിടെയെല്ലാം ശുദ്ധമാക്കണമെന്ന് മുത്തശ്ശിയും സാവിത്രിയുമെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ചാരു ആ ഭക്ഷണം ഉണ്ടാക്കാനുണ്ടായ കാരണം അവരോട് പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കാതെ അവളെ വഴക്കു പറയുകയാണ്. അപ്പോഴും ദുർഗ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം മുത്തശ്ശി കളയാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ചാരു അവിടെയുള്ള പാവപ്പെട്ട ആളുകളെയെല്ലാം അവിടേക്ക് വിളിച്ചു വരുത്താണ്. അപ്പോൾ ആ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് അഭിരൂപിനും മുത്തശ്ശിക്കൊന്നും തീരെ ഇഷ്ടമാവുന്നില്ലെങ്കിലും ആളുകളുടെ മുന്നിലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഭക്ഷണം അവർ കൊടുക്കുന്നുണ്ട്. അവസാനം മുത്തശ്ശി ചാരുവിനോട് തന്നെ അവരെല്ലാം കഴിച്ച വേസ്റ്റും സ്ഥലവും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി പറയുമ്പോൾ അവൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിർബാൻ ഇത് കണ്ടിട്ട് ചാരു നീ എന്തിനാ എല്ലാവരുടെയും വഴക്ക് കേട്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ടും ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ റൂമിൽ നിൽക്കുന്ന അനിർബാന്റെ അടുത്തേക്ക് ദുർഗ വന്ന് അവനോട് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അവനത് അംഗീകരിക്കാൻ പറ്റാതെ അവളോട് സോറി പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. അപ്പോൾ ദുർഗയ്ക്ക് ഒരുപാട് സങ്കടമായിട്ട് അവൾ കരയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവന് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ ദുർഗയോട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഹണിമൂണിന് പോകാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ചാരു ആകെ അസ്വസ്ഥ ആകുന്നുണ്ട്. അപ്പോൾ അനിർബാൻ്റെ ഒപ്പം അവൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഗുരുജി പറഞ്ഞത് അവൾ ഓർക്കുകയാണ്. എന്നിട്ട് അവരോട് ഇനി 19 ദിവസം കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിലേക്ക് പോകും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹണിമൂണിന് പോയാൽ മതിയോ, എനിക്ക് ഇനി കുറച്ച് ദിവസം കൂടെ ദുർഗയോടൊപ്പം നിൽക്കാൻ പറ്റൂ എന്നവൾ പറയാണ്. പക്ഷേ അനിർബാൻ അതിന് സമ്മതിക്കുന്നില്ല. അനിർബാനും ദുർഗയും പോകുമെന്ന് തന്നെ പറയാണ്. അങ്ങനെ ചാരു അവർ പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് വഴികൾ നോക്കുന്നുണ്ട്. അവസാനം അവർ രണ്ടുപേരും പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ട് ഗുരുജി വന്ന് അവരിപ്പോൾ പോകാൻ വേണ്ടി പാടില്ല, ഇനിയുള്ള 18 ദിവസം അനിർബാന് അത്ര നല്ലതല്ല എന്ന് പറയാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഉണ്ട്, അനിർബാൻ്റെ ദീർഘായുസിനും അവൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി അവൻ്റെ ഭാര്യ കഠിന തപസ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് ചാരു അനിർബാൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എത്ര കഠിനമായ തപസ്സും ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിറ്റേ ദിവസം ദുർഗ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ചാരു ആരും കാണാതെ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തപസ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒറ്റക്കാലിൽ നിന്ന് ചെയ്യുന്നതാണെന്ന് മുത്തശ്ശി ദുർഗയോട് പറയുന്നത് കേട്ടിട്ട് ദുർഗയുടെ പിന്നാലെ ചാരുവും അത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്.
എന്നിട്ട് ദുർഗ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ചാരു ദുർഗയോട് ഞാൻ നിനക്ക് വേണ്ടി നിന്നോടൊപ്പം ഈ തപസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളും അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരാൾ വന്ന് അനിർബാന് കല്യാണ ആൽബം കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ അത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കല്യാണ വേഷത്തിലിരിക്കുന്ന ചാരുവിൻ്റെ ഫോട്ടോ അവൻ കാണാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാരുവുമായാണോ എൻ്റെ കല്യാണം കഴിഞ്ഞത്? ഞാൻ താലി കെട്ടിയതും സിന്ദൂരം അണിയിച്ചതും ചാരുവിനെയാണ്. അതിനർത്ഥം ഞാൻ വിവാഹം കഴിച്ചത് ചാരുവിനെയാണെന്ന് സന്തോഷത്തോടു കൂടെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാവാണ്. എന്നിട്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ കാണുക ആ തപസ് ചെയ്യുന്ന അവളെയാണ്. അപ്പോൾ ഇതിനർത്ഥം അവൾ എനിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. എല്ലാവരുടെ വഴക്ക് കേട്ടിട്ടും ഇവിടെ നിന്നതും എനിക്ക് വേണ്ടി തന്നെയാണെന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട്. ചാരുവാണ് എൻ്റെ ഭാര്യ, എൻ്റെ സുരക്ഷാ കവചം അവളാണെന്ന് അവൻ പറഞ്ഞിട്ട് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ തപസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനിർബാൻ ചാരുവിനോട് നീ എന്തിനാ ആ തപസ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചാരു ഞാനത് ദുർഗയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അനിർബാൻ നീ എല്ലാം ദുർഗയ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ, ഇനി എന്നോട് കള്ളം പറയരുത്, നിന്റെ കള്ളത്തരത്തിനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ചാരു ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഒരൊറ്റ വീഡിയോയോടുകൂടെ ദുർഗ ആൻഡ് ചാരു എന്നുള്ള ഈ സീരിയൽ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.